Praise the Lord. Praise the Lord. Living Stream ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. We welcome you all to the Living Stream channel. നിങ്ങളുടെ മുൻപിൽ ഒരു പുതിയ വിഷയമായി ഞാൻ വരികയാണ്. Today we are coming to your friend with a new topic. അത് വെളിപ്പാട് പുസ്തകം എന്ന പഠന പരമ്പരയാണ്. It's a continual Bible study of the book of Revelation. ഇത് പഠന വിഷയമാക്കി നൽകാമെന്ന ആവശ്യം പലരും ഉന്നയിച്ചതിന്റെ വെളിച്ചത്തിൽ ലിവിംഗ് സ്ട്രീം ചാനലിലൂടെ അതിന് തുടക്കം കുറിക്കുകയാണ്. Many people requested regarding the Bible study of the book of Revelation. So through this YouTube channel we are continuing and starting this process. ഈ പഠന പരമ്പര യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. You will be able to get this Bible study through the YouTube channel. വെളിപ്പാട് പുസ്തകം പഠിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അനേകർ പറയാറുണ്ട്. Many people used to say that the study of book of Revelation is very difficult. അങ്ങനെയുള്ളവരെ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പഠന പരമ്പര ഇവിടെ ആരംഭിക്കുന്നത്. So by keeping in mind them also, we are beginning this study here. വളരെ ലളിതമായി പഠിക്കാനുള്ള നിലയിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. We have arranged the class in such a way that it can be easily studied and understood. അതുകൊണ്ട് പൂർണ്ണ പ്രയോജനം ലഭിക്കാൻ ഈ ചാനൽ തുടർമാനമായി നിങ്ങൾ കാണാൻ അഭ്യർത്ഥിക്കുന്നു. So I request you all to continually watch this channel to get the complete benefit. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ബൈബിളിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. Before starting with this topic, I would like to say a few words about Bible. ബൈബിളിൽ അനേക പ്രവചന രഹസ്യങ്ങളുണ്ട്. In Bible we could see a lot of prophetical truths. എന്നാൽ ദുഷ്ടന്മാരിൽ ആരും അത് ഗ്രഹിക്കുകയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും എന്ന് ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നു. Bible says that the wicked will not understand it, but the wise will understand it. ലോകത്തിൽ ഏറ്റവും വിറ്റഴിയപ്പെടുന്ന പുസ്തകമാണ് ബൈബിൾ. In the world we can see that the Bible is the best selling book. ദൈവവചനമായ ബൈബിൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഗ്രന്ഥമാണ്. The Bible, which is the word of God, we can keep it always with our heart. മത്തായി സുവിശേഷം 24:35 ആകാശവും ഭൂമിയും മാറിപ്പോകും, ദൈവവചനത്തിനോ മാറ്റമുണ്ടാകില്ല എന്നാണ് യേശു പറഞ്ഞത്. In Matthew chapter 24 verse 35, it's written, "Heaven and earth will pass away, but my words will not pass away." അതിന് കാരണം സങ്കീർത്തനങ്ങൾ 119:9 പ്രകാരം പറഞ്ഞിരിക്കുന്നു, യഹോവേ നിന്റെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. Its reason is written in Psalm chapter 119 verse 89, "Forever, O Lord, your word is firmly fixed in the heavens." ഭൂമിയിൽ മറ്റൊരു പുസ്തകത്തെ കുറിച്ച് പ്രകാരം പറഞ്ഞിട്ടില്ല. Not even a single book in this world has been said about like this. വെളിപ്പാട് പുസ്തകത്തിന്റെ മുഖവരിയും യോഹന്നാൻ യേശുവിനെ കുറിച്ച് കണ്ട കാഴ്ചയുമാണ് നമ്മൾ ആദ്യ വിഷയമായി പഠിക്കുന്നത്. First of all, we would like to study about the introduction of the revelation as well as the vision that John saw in Revelation. ശ്രദ്ധിക്കുക. Listen. ഈ വിഷയം തന്നെ രണ്ട് ചെറിയ പാർട്ടുകളായി നമ്മൾ പഠിക്കുന്നതാണ്. This topic we are going to divide them into two different parts. ഈ വീഡിയോയിൽ ഒന്നാമത്തെ പാർട്ട് നമ്മൾ പഠിക്കുന്നു. In this video we will be studying the first part. രണ്ടാമത്തെ പാർട്ട് പിന്നീട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. And the second part we will be studying thereafter. വേദപുസ്തകത്തിലെ അവസാന പുസ്തകവും പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകവും അത്രേ വെളിപ്പാട് പുസ്തകം. In Bible, the book of Revelation is the last testament, as well as in New Testament it is the only prophetical book. ഇതിൽ അനേക പ്രവചന സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. In this book we could see a lot of prophetical truths. AD 30-നും 100-നും ഇടയിൽ പുതിയ നിയമ പുസ്തകങ്ങളെല്ലാം എഴുതപ്പെട്ടു എന്ന് കണക്കാക്കുന്നു. It's believed that between AD 30 to 100 all the old New Testament books were written. AD 95-ലോ 96-ലോ വെളിപ്പാട് പുസ്തകം യോഹന്നാനാൽ എഴുതപ്പെടുകയുണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. It's believed that whether in AD 95 or in AD 96 the book of Revelation was written by John. വെളിപ്പാട് എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ അപ്പോകാലിപ്സ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. Revelation in Greek language, the word used is called apocalypse. ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ അർത്ഥം മറ നീക്കി കാണിക്കുക എന്നാണ്. And the meaning of this words regarding to this book means to move the curtain and reveal. അതായത് ദൈവിക പദ്ധതികളെ കുറിച്ച് മറയ്ക്കപ്പെട്ടിരുന്ന സത്യങ്ങൾ അതിന്റെ കർട്ടൻ നീക്കി യോഹന്നാനെ വെളിപ്പെടുത്തി എന്ന് സാരം. Which means that God's hidden truths were moved in front of John just like a curtain, and it was revealed to him. നിമിത്തം യേശുവിന്റെ ശിഷ്യനായ യോഹന്നാനിലൂടെ ഈ ഗ്രന്ഥം എഴുതുവാൻ കാരണം. And through the John Apostle, this book was written. ഈ പുസ്തകം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. This book begins like this. അതിന്റെ വെളിപ്പാട് പുസ്തകം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ. Can be seen in Revelation chapter 1 verse 1 to 3. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കുവാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അതവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു.
അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ച് ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു. It's written like this: the revelation of Jesus Christ, which God gave him to show to his servants the things that must soon take place. He made it known by sending his angel to his servant John, who bore witness to the word of God and to the testimony of Jesus Christ, even to all that he saw. Blessed is the one who reads aloud the words of this prophecy, and blessed are those who hear and who keep what is written in it, for the time is near. Amen. ആകെ പ്രിയമുള്ളവർ, ഇത് വായിച്ച് കേൾക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇതിലുള്ളത് പ്രമാണിക്കുന്നവരും ഏവരും ഒരുപോലെ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ കയറുന്നതാണ്. So beloved, we have to understand that the one who teaches you, the one who is listening to this message, and the one who keeps it, they're all blessed. ഈ ഭാഗ്യാവസ്ഥ പ്രാപിക്കാൻ തക്കവണ്ണം നിങ്ങൾ തയ്യാറാകുക. So I encourage you to receive this blessing in your life also. AD 81 മുതൽ 86 വരെ റോമൻ ചക്രവർത്തിയായി ഭരിച്ചത് ഡൊമീഷ്യൻ ആയിരുന്നു. During AD 81 to 96, the Roman Emperor kingdom was ruled by an emperor called Domitian. ഡൊമീഷ്യൻ ക്രിസ്ത്യാനികൾക്കെതിരായി പീഡനങ്ങൾ അഴിച്ചുവിട്ടു. Domitian used to persecute Christians. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ. And during his kingdom reign, John lived. യോഹന്നാൻ അപ്പോസ്തലനെ തിളച്ച എണ്ണയിലിട്ട് കൊലപ്പെടുത്താൻ ഡൊമീഷ്യൻ കൽപ്പന കൊടുക്കുകയുണ്ടായി. Domitian gave orders to kill John by putting him in hot oil. അപ്പോൾ അദ്ദേഹത്തിന് 92 വയസ്സ് പ്രായമുണ്ടായി. At that time, John was 92 years old. 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രിസ്തീയ എഴുത്തുകാരൻ തെർത്തുല്യൻ പറഞ്ഞിരിക്കുന്നത് യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടെങ്കിലും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല എന്നാണ്. Tertullian, who lived in 2nd century, said that when John was put in hot oil, no harm was happened to him. ആ തിളച്ച എണ്ണ പച്ചവെള്ളം പോലെ തണുത്തു പോയി എന്നോട് കരുതാൻ. It means that hot oil was turned like cold water. അതിന്റെ ഫലമായി തന്നെ റോമൻ കഠിന തടവ് കോളനിയായ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുകയുണ്ടായി. And because of that, John was exiled to the Roman punishment island called Patmos. അങ്ങനെ അയക്കുന്നവരെ കഠിനമണിയും ചെയ്യിക്കുമായിരുന്നു. And those who were sent over there, the Roman emperor used to make them do hard labors. ഈ പത്മോസിൽ ദ്വീപിൽ വെച്ചാണ് യേശുക്രിസ്തു തനിക്ക് വെളിപ്പെട്ടത്. And in this Patmos island, John saw the vision of Jesus. അതിനെ തുടർന്ന് ദൂതൻ മുഖേന മേലാൽ സംഭവിക്കാനുള്ളത് കാര്യങ്ങൾ തനിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. And thereafter, through angel, John was seeing many visions regarding the events that will take place in the future. പിന്നത്തേതിൽ ആ ദ്വീപിൽ നിന്ന് താൻ മോചിതനാകുകയും എഫെസോസിൽ വെച്ച് സാധാരണ മരണം പ്രാപിച്ചതായി പൊതുവെ വിശ്വസിക്കപ്പെടും. Thereafter, he was freed from the Patmos island and he attained a normal death in Ephesus town. വെളിപ്പാട് പുസ്തകം 1:9 മുതൽ 11 വരെ ഭാഗത്ത് യോഹന്നാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. In Revelation chapter 1 verse 9 to 11, John said like this: യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിശ്വനായി. ഈ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, സുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു എന്നാണ്. I, John, your brother and partner in the tribulation and the kingdom and the patient endurance that are in Jesus, was on the island called Patmos on account of the word of God and the testimony of Jesus. I was in the Spirit on the Lord's day, and I heard behind me a loud voice like a trumpet saying, "Write what you see in a book and send it to the 7 churches, to Ephesus and to Smyrna and to Pergamum and to Thyatira and to Sardis and to Philadelphia and to Laodicea." ഇവിടെ ഉയർത്തെഴുന്നേറ്റ യേശുവാണ് യോഹന്നാനോട് സംസാരിച്ചത്. Here, the resurrected Jesus talked with John. ഈ പുസ്തകം എഴുതാൻ 5 പ്രധാന ഉദ്ദേശങ്ങളുണ്ട്. There are 5 purposes behind writing this book of Revelation. അതിൽ ഒന്നാമത്തേത് യേശു നൽകിയ സന്ദേശങ്ങൾ സഭകളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. The first purpose was to send the messages through Jesus Christ to the different churches. രണ്ടാമത്തേത് അന്ന് നിലവിലിരുന്ന ചക്രവർത്തി ആരാധനയോട് വിശ്വാസികൾ ചെറുത്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു. And the second purpose was to encourage the believers to resist the emperor worship that was prevalent at that time. പ്രകൃതി ആരാധന, natural worship, വീരാരാധന, hero worship, വിഗ്രഹാരാധന, idol worship, നാമധേയാരാധന, nominal worship, സത്യാരാധന, true worship. എന്നിവ ഇന്നും നിലവിലുണ്ട്. These are all prevalent even now. എന്നാൽ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന മാത്രമാണ് ക്രിസ്ത്യാനികൾക്ക് നൽകപ്പെട്ടത്. But only the worship which is done in truth and spirit is given to the true Christians. മൂന്നാമത്തെ ഉദ്ദേശം സാത്താൻ അതിവേഗത്തിൽ ദൈവം മുൻപാകെ വീഴ്ത്തപ്പെടുമെന്ന് അവരെ അറിയിക്കും.
The third purpose was to remind the believers that Satan is going to get destroyed soon. നാലാമത്തത് സാത്താന്യ പീഡകൾ ഇനിയും വർദ്ധിക്കുമെന്നതിനാൽ വിശ്വാസികൾ ജീവപര്യന്തം വിശ്വസ്തരായിരിക്കണം. And the fourth purpose was to tell the believers that satanic persecution is going to increase, and hence the believers need to be faithful until death. അഞ്ചാമത്തെ ഉദ്ദേശം വിശ്വാസികൾ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുഷ്ടന്മാർ നിത്യനാശത്തിലേക്ക് മാറ്റപ്പെടും. And the fifth purpose was to tell the believers that when Jesus will come, the believers will be raptured and they will enter into glory, and the wicked people will be destroyed forever. യോഹന്നാൻ കണ്ട ദർശനങ്ങളെ 3 ഭാഗങ്ങളായിട്ട് പഠിക്കാവുന്നതാണ്. The vision that John saw can be divided into various 3 parts. അതിന് ആധാരം വെളിപ്പാട് പുസ്തകം 1:19 വാക്യമാണ്. For that we can read Revelation chapter 1 verse 19. അത് നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്നാണ് പറഞ്ഞത്. It's like, write therefore the things that you have seen, those that are and those that are to take place after നീ this. കണ്ടത് എന്നത് യേശുവിനെ കുറിച്ച് ദർശിച്ച കാര്യമാണ് അധ്യായം 1 കാണുന്നത്. The things that you saw, it means what he had seen about the vision of Jesus. ഇപ്പോഴുള്ളത് അധ്യായം 2, 3. And the things that are now, it can be seen in chapter 2 and 3. ഇതിന് ഏഷ്യ മൈനറിലുള്ള 7 സഭകളെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ സന്ദേശങ്ങളാണ്. It includes the messages to the 7 churches in Asia Minor region. ഇനി സംഭവിക്കാനിരിക്കുന്നത് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. And the things that will take place thereafter can be seen in Revelation chapter 4 till chapter 22. ഇതിൽ യോഹന്നാനെ സ്വർഗ്ഗത്തിലേക്ക് വിളിക്കുന്നതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതും ആയ പ്രവചനങ്ങളുണ്ട്. In this we could see the rapture of the John towards the heaven, and thereafter the events that will take place after this. വെളിപ്പാട് പുസ്തകത്തെ 7 വിഷയങ്ങളായി തിരിച്ചു പഠിക്കാം. The revelation can be divided into various 7 parts also. ഒന്ന് ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ ദർശിച്ചത് അധ്യായം 1. Chapter 1, in which we can see the vision of Jesus by John. 2 ഏഷ്യ മൈനറിലുള്ള 7 സഭകളെ കുറിച്ചുള്ള ദൂതുകൾ അധ്യായം 2, 3. Second is the messages to the 7 churches in Asia Minor region, that is in chapter 2 to 3. 3 യോഹന്നാൻ ആത്മാവിൽ സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ട ശേഷം കണ്ടതായ സ്വർഗീയമായ കാഴ്ചകൾ അധ്യായം 4 മുതൽ 5 വരെ. In chapter 4 to 5 we could see that John was taken to heaven and the vision that he saw in heaven. 4 മഹോപദ്രവ കാലഘട്ടത്തിലെ ന്യായവിധികൾ അധ്യായം 6 മുതൽ 18 വരെ. And in chapter 6 to 18 we could see the great tribulation judgments. 5 ക്രിസ്തുവിന്റെ രണ്ടാം വരവ് അധ്യായം 19. And fifth can be seen in chapter 19. It is regarding the second coming of Jesus. 6 ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച അധ്യായം 20. And the sixth can be seen in chapter 20, that is the 1000 years reign of Jesus. 7 പുതിയ ആകാശവും പുതിയ ഭൂമിയും അധ്യായം 21 22 അധ്യായം. And in chapter 21 and 22 we could see about new heaven and new earth. അടുത്തതായി യോഹന്നാൻ യേശുക്രിസ്തുവിനെ ദർശിച്ചത് നമുക്ക് ഓരോന്നായി പഠിക്കാം. Next, now we will discuss regarding the vision that John saw about Jesus വെളിപ്പാട് Christ. പുസ്തകം 1-ാം അധ്യായം 12 മുതൽ 17 വരെ ഭാഗമാണ്. And that we can read from Revelation chapter 1 verse 12 to 17. ഇതിൽ 9 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. In this 9 things we can see in this area. അതിൽ ഒന്നാമതായി കണ്ടത് യോഹന്നാൻ കണ്ടത് 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ യേശുക്രിസ്തുവിനെ. The first thing John saw here was he saw 7 golden lampstands, and in the midst of the lampstands one like a son of man, clothed with a long robe and with a golden sash around his chest. 7 പൊൻനിലവിളക്കുകൾ 7 സഭകളാകുന്നു എന്ന് അതിന്റെ 1:20 കാണുന്നു. The 7 lampstands are the 7 churches that we can see in Revelation chapter 1 verse 20. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്ന് അവിടെ പറഞ്ഞു. And 7 stars are the angels of the 7 churches is also written on. ഇവിടെ നാം കാണുന്നത് ഓരോ സഭകളോടും അവയുടെ നേതൃത്വത്തോടും യേശുക്രിസ്തു നേരിട്ട് ദൂതുകൾ അറിയിക്കുക. Here we can see that Jesus is sending directly messages to the 7 churches and its leaders. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ വെച്ചിരുന്ന ഒരു നിലവിളക്കിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതൽ 37 വരെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. In Exodus 25 chapter 25 verse 31 to 37 we could see a tabernacle in which a lampstand is kept. അത് ഒറ്റ അടുപ്പുപണിയായി ഒരു തണ്ടിന്മേൽ 7 ദീപങ്ങളുള്ള വിളക്കായിരുന്നു. And it is written like that, their calyxes and their branches shall be of one piece with it. ഈ ഇതിന്റെ തണ്ട് ആത്മീയ ഭാഷയിൽ ക്രിസ്തുവിനെയും ദീപങ്ങൾ വിശ്വാസികളെയുമാണ് ചൂണ്ടിക്കാണുന്നത്. This stand in its spiritual meaning, it represents Jesus Christ, and the lamps represents the believers. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 നിലവിളക്കുകൾ അതിന്റേതായ തണ്ടിന്മേലാണ് സ്ഥിതി ചെയ്യുന്നത്. But in Revelation, these lampstands are seated on its own lampstand, on its own stands. പഴയ നിയമസഭയാകട്ടെ പുതിയ നിയമസഭയാകട്ടെ ഏത് കാലത്തുമുള്ള ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിൽ തന്നെയാണ് നിലകൊള്ളേണ്ടത്.
Whether it is a New Testament church or Old Testament church, it has to always remain on Jesus Christ. അതിൽ ഒരു സംശയം വേണ്ട. There is no doubt at all in that. ഇതിനെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞതായ ഒരു വസ്തുത മത്തായി സുവിശേഷം 16-ാം അധ്യായം 18 നമുക്ക് കാണാം. In this Jesus said regarding about this in Matthew chapter 16 verse 18. അതിപ്രകാരമാണ്, And it is like this. ഈ പാറമേൽ ഞാൻ എന്റെ സഭയിൽ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിച്ചടക്കുകയില്ല എന്നാണ്. It's written, on this rock I will build my church, and the gates of hell shall not prevail against ഈ it. പാറ എന്നത് ക്രിസ്തുവാണ്. This rock is Jesus Christ. അവൻ യുഗങ്ങളുടെ പാറയും സഭയുടെ മൂലക്കല്ലും അത്രേ. He is the rock of ages and the cornerstone of the church. സഭയുടെ ഉടമസ്ഥരും അവൻ തന്നെയാണ്. He is also the owner of the church. പാറയ്ക്ക് ഗ്രീക്കിൽ 3 വാക്കുകൾ. Rock has got 3 words in Greek language. ഒന്ന് പെട്രോസ്. First is Petros. അതിന്റെ അർത്ഥം ഈ റോഡ് സൈഡിലും മറ്റ് ഇതരിടങ്ങളിലും കാണുന്ന പാറയുടെ ചെറിയ കഷ്ണം എന്നാണ്. Which means the commonly seen rock pieces that we can see along roadside and also in the common places. രണ്ടാമത്തത് ലിത്തോസ്. Second is lithos. ഇത് കെട്ടിടപണിക്കായി ഉപയോഗിക്കുന്ന കല്ലുകളെയാണ് കാണിക്കുന്നത്. This is a rock which is mostly used for constructing buildings. 3 പെട്ര. ഇതിന്റെ അർത്ഥം പാറ എന്നാണ്. Third is Petra, which means rock. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന ഭാഗത്ത് പെട്ര എന്ന മൂലഭാഷയാണ് ഉപയോഗിച്ചത്. On this rock I build my church. There the word Petra is used. ഇത് യേശുവിനെ മാത്രം വിരൽ ചൂണ്ടുന്ന പദപ്രയോഗമാണ്. It represents only Jesus Christ. എന്നാൽ യേശു പത്രോസിനെ നോക്കി ഇവിടെ പറഞ്ഞത്, But when Jesus looking towards Peter, he നീ said പത്രോസ് ആകുന്നു എന്നാണ്. that you are Peter. അതിന് ഗ്രീക്കിൽ പെട്രോസ് എന്ന് പറഞ്ഞിരിക്കുന്നു. And in Greek language, the word used is Petros. അതായത് നീ ഒരു ചെറിയ പാറ കഷണം എന്നാണ് യേശു അവരെ അറിയിച്ചത്. That means, Peter, you are a rock piece. അതിൽ ലോകത്തിലെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ മുകളിലോ പത്രോസിന്റെ മുകളിലോ അല്ല ക്രിസ്തു തന്റെ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. It means Jesus does not lay the foundation of his church on any organization or not even on Peter. എന്നാൽ മാറ്റമില്ലാത്തതും അടിസ്ഥാനവുമായ ക്രിസ്തുവിൽ തന്നെയാണ് തന്റെ സഭ നിലകൊള്ളുന്നത്. But he had laid his foundation on an unchangeable foundation called Jesus Christ. ഇവിടെ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത, From here we also need to understand ഈ that 7 പ്രാദേശിക സഭകൾക്ക് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. these 7 churches has got its freedom to function in Jesus Christ. കഴിഞ്ഞ കാലത്ത് ഇസ്രായേലിന്റെ മുഴുവൻ സഭയും ഒരു ആത്മീയ നേതൃത്വത്തിന്റെ കീഴിലായിരുന്നു പ്രവർത്തിച്ചത്. In Old Testament, all the churches were used to function under one leadership. എന്നാൽ ആ വ്യവസ്ഥ ഇവിടെ ബാധകമല്ല. But that is not applicable here. ഓരോ സഭകളും ഓരോരോ ആത്മീയ നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പുതിയ നിയമസഭയ്ക്കുണ്ട്. In New Testament church has got its freedom to function under its own leadership. ഈ കാര്യമാണ് 7 നിലവിളക്കുകളും 7 നക്ഷത്രങ്ങളും അർത്ഥമാക്കുന്നത്. This is revealed here through the 7 lampstands and 7 stars. 7 പൂർണ്ണതയെ കാണിക്കുന്ന ഒരു സംഖ്യ കൂടിയാണ്. 7 is a complete number. സഭാ സംഘടനാ ബന്ധം എന്നത് തമ്മിലുള്ള കൂട്ടായ്മയ്ക്കും ആത്മീയ വർധനവിനും നല്ലത് തന്നെയാണ്. Church organization relationship is very essential for fellowship with each other and also for spiritual growth. തന്നെയുമല്ല പരസ്പരം സഹായിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ആവശ്യമാണ്. Moreover, it is also essential for helping each other, praying together and also working together. എന്നാൽ ആ ബന്ധം പ്രാദേശിക സഭയുടെ ആത്മീയ സ്വാതന്ത്ര്യത്തെ ബാധിക്കാൻ പാടില്ല. But that relation should not affect the local church spiritual freedom. ഈ സന്ദേശമാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. This message can be seen over here. ഈ സന്ദേശം ഇപ്പോൾ ഇവിടെ ചുരുക്കുകയാണ്. This message I would like to conclude over here. ദൈവവചനം തുടർന്നും ആഴമായി പഠിക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. I pray that Lord Jesus Christ help you all to study the word of God in more deeper way. ഈ വിഷയത്തിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. The continuity of this topic it will be available to you in our next video. അതുകൊണ്ട് ലിവിംഗ് സ്ട്രീറ്റ് ചാനൽ കാണാൻ മറക്കരുത്. So I request you to continue to watch this YouTube channel, Living Street channel. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Kindly subscribe this channel. ലൈക്ക് ചെയ്യുക. Like it. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. And also share it with others. ദൈവമാകുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. May the God bless you. Amen.